ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടിച്ച് വന്ന വെളിച്ചെണ്ണ വെയിലത്ത് വെച്ച് ക്ലിയർ ആക്കലാണ് പരിപാടി. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരിക. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ആട്ടിച്ച് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു കലത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ കലത്തിലേക്ക് ഒഴിക്കാൻ പോണത് ഇതിനിപ്പോൾ തെളിച്ചുണ്ടാവില്ല, ചെറിയ കളർ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാലാണ് മാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് അധികം ആൾക്കാർ കണ്ടു കാണില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ വെളിച്ചെണ്ണയുടെ കളറിനെയും കാട്ടി ചെറിയൊരു മങ്ങിയ കളറല്ലേ ഇപ്പോൾ. ഇതിനി കുറച്ച് 2 ദിവസമൊക്കെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പ്യുവറായിട്ട് ട്രാൻസ്പെറൻ്റ് ആവും. ഗായ്സ്, അപ്പോൾ ഇതാണ് വെളിച്ചെണ്ണയുടെ കളറ്. വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം ഒരു എന്താ പറയുക, ചെറിയൊരു മഞ്ഞപ്പ് പോലത്തെ ഒരു കളറാണ് ഇപ്പോൾ. അത് ഫുള്ളി തേങ്ങയുടെ മട്ടൊക്കെ വരുന്ന ആട്ടി കിട്ടുമ്പോൾ അങ്ങനെ വരുന്നതാണ് ഈ മഞ്ഞ കളറ്. അപ്പോൾ ഇത് 2 ദിവസം വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ഈ മട്ടൊക്കെ അടിയിലടിയും. അതിന് പ്യൂർ വെളിച്ചെണ്ണയുടെ കളറായിട്ട് മാറും. ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി മാറ്റാം. ഏകദേശം ഒരു 60 കിലോ കൊപ്ര ഉണ്ടായിരുന്നു. ആ കൊപ്ര ആട്ടിയിട്ട് കിട്ടിയ വെളിച്ചെണ്ണയാണ് ഇത്. ഈ 60 കിലോ ആട്ടിയിട്ട് ഏകദേശം 40 കിലോ ആയിട്ട് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം. ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ കുറച്ച് പാത്രങ്ങളിലാക്കിയിട്ട് ഒഴിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു തുണി എടുത്തിട്ട് ഇത് ചുറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് വെക്കുക. അതായത് പൊടികളൊന്നും താഴെ ഉള്ളിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീരും. ഒരു 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അങ്ങനെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.